എവരിവൺ. എൻ്റെ പേര് താര. ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പം ഇന്ന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പല ആൾക്കാരെയും ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമാണ് ശ്വാസം മുട്ടൽ. അപ്പം ഇന്ന് അത് പല കാരണം കൊണ്ടുണ്ടാവാം. പലർക്കും അത് അലർജി കാരണം ഉണ്ടാവാം. ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഫിസിയോതെറാപ്പി തന്നെ ഒരുപാട് ടെക്നിക്സ് ഇതിന് യൂസ്ഫുൾ ആയിട്ടുണ്ട്, എക്സസൈസസ് ഉണ്ട്. അപ്പം ഇന്ന് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഉള്ളൊരു എക്സസൈസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ PNF എന്നാണ്, പ്രൊപ്രിയോസെപ്റ്റീവ് ന്യൂറോ മസ്കുലാർ ഫെസിലിറ്റേഷൻ. അപ്പോൾ അതിൽ ഒരു ടെക്നിക്കാണ് ഞാൻ ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് എന്താണെന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ PNF എന്ന് പറഞ്ഞ ടെക്നിക്കിൻ്റെ ഫസ്റ്റ് ടെക്നിക്കാണ് ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പെരിയോറൽ പ്രഷർ എന്നാണ് അതിൻ്റെ നെയിം. അപ്പം ഈ പെരിയോറൽ പ്രഷർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്ലൗസ് പ്രോപ്പറായിട്ട് വെയർ ചെയ്തിരിക്കണം ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ. സോ ഈ ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ നമുക്ക് ഇരുത്തിയും ചെയ്യിപ്പിക്കാം, അതേപോലെ കിടത്തിയും ചെയ്യിപ്പിക്കാം. പക്ഷേ ഇത് മെയിനായിട്ട് നമ്മൾ ഈ ടെക്നിക്ക് കൊടുക്കുന്നത് PNF ടെക്നിക്ക് കൊടുക്കുന്ന വെന്റിലേറ്റർ പേഷ്യൻ്റാണ്. അപ്പം പ്രോബ്ലം നമ്മൾ പേഷ്യൻറ്റിനെ നിവർത്തി കിടത്തിയിട്ടായിരിക്കും നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. സോ ഇവിടെ എങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ ഈ പെരിയോറൽ പ്രഷർ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത്. സോ പേഷ്യൻ്റ് ഈസ് ലൈ, ദെൻ നമ്മൾ നമ്മുടെ തെറാപ്പിസ്റ്റിൻ്റെ 2 ഫിംഗർ അല്ലെങ്കിൽ ഒരു ഫിംഗർ ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഈ പേഷ്യൻ്റെ അപ്പർ ലിപ്പിനും നോസിനും ഇടയിലായിട്ട് പ്ലേസ് ചെയ്യുക. ദെൻ ആസ്ക് ദ പേഷ്യൻറ്റ് ടു ബ്രീത്ത് ഇൻ, നല്ലപോലെ ഡീപ്പായിട്ട് ഒരു ബ്രത്ത് എടുക്കാൻ പറയാം. ഓക്കെ, ദെൻ അപ്ലൈ പ്രഷർ ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ, താഴേക്ക് നമ്മൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പേഷ്യൻറ്റിൻ്റെ മൗത്ത് ഓപ്പൺ ആവുന്നത്. സോ ഇതിലൂടെ പേഷ്യൻറ്റിനെ നമുക്ക് ബ്രീത്ത് ഇൻ ഇമ്പ്രൂവ് ചെയ്യുക, അതായത് ഇൻസ്പിരേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. ദെൻ ആസ്ക് ദ പേഷ്യൻറ്റ് ടു എക്സ്പയർ. PNFൻ്റെ രണ്ടാമത്തെ ടെക്നിക്കാണ് ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോണേ. അതിൻ്റെ പേരാണ് ഇൻ്റർകോസ്റ്റൽ സ്ട്രെച്ച്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് ഇൻ്റർകോസ്റ്റൽ മസിൽസ്, അതായത് റിബ്സിനിടയിലുള്ള മസിൽസിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇൻ്റർകോസ്റ്റൽ സ്ട്രെച്ച്. ഇവിടെയും പേഷ്യൻറ്റിനെ നമ്മൾ ലൈനിലാണ് ചെയ്യിപ്പിക്കുന്നത്. സോ ഇതും ബ്രത്ത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ ചെയ്യുന്ന വെച്ചാൽ തെറാപ്പിസ്റ്റ് നിൽക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് ഹെഡ് എൻഡ് ഓഫ് ദി പേഷ്യൻ്റ് ആയിരിക്കും. പേഷ്യൻ്റ് ഈസ് എ ലൈ. സോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിബ്സിനിടയിലുള്ള മസിലാണല്ലോ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിബ്സിൻ്റെ ഇടയിൽ അഥവാ ഇൻ്റർകോസ്റ്റൽ സ്പേസിൽ നമ്മുടെ തെറാപ്പിസ്റ്റിൻ്റെ, ഇത് ബൈലാറ്ററലിയും ചെയ്യാം യൂണിലാറ്ററലിയും ചെയ്യാം. അപ്പോൾ ഞാൻ യൂണിലാറ്ററലിയാണ് കാണിക്കുന്നത്. തെറാപ്പിസ്റ്റിൻ്റെ ഇതുപോലെ നേരത്തെ നമ്മൾ പെരിയോറൽ പ്രഷർ ചെയ്ത പോലെ തന്നെ 2 ഫിംഗർ നമ്മുടെ ഇൻ്റർകോസ്റ്റൽ സ്പേസിൽ പ്ലേസ് ചെയ്യാം. ദെൻ ആസ്ക് ദി പേഷ്യൻറ്റ് ടു ഇൻസ്പയർ, നല്ലപോലെ ഒരു ബ്രത്ത് എടുക്കാൻ പറയാം. ദെൻ ഈ നമ്മളൊരു ഡൗൺവേർഡ് പ്രഷർ, പെരിയോറൽ പ്രഷർ ചെയ്ത പോലെ തന്നെ ഒരു ഡൗൺവേർഡ് പ്രഷർ താഴേക്ക് അപ്ലൈ ചെയ്യുക. ദെൻ ഡ്യൂറിങ് എക്സ്പിരേഷൻ ആസ്ക് ദി പേഷ്യൻറ്റ് ടു ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറയാം. ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഡൗൺവേർഡ് പ്രഷർ താഴേക്ക് കൊടുക്കുക. സോ ഇതാണ് ഇൻ്റർകോസ്റ്റൽ സ്ട്രെച്ച് എന്ന് പറയുന്ന ടെക്നിക്ക്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പിഗാസ്ട്രിക് എക്സ്കർഷൻ, അതേപോലെ തന്നെ മസിൽ കൺട്രാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.